തൊടുപുഴ കലയന്താനിയിൽ കൊല്ലപ്പെട്ട കാറ്ററിംഗ് സ്ഥാപനത്തിന്റെ ഉടമ ബിജു ജോസഫിന്റെ മൃതദേഹം ഇപ്പോൾ കണ്ടെത്തിയിരിക്കുകയാണ്. മാൻഹോളിൽ കുഴിച്ചിട്ട നിലയിലായിരുന്നു മൃതദേഹം കാണപ്പെട്ടത്. മൃതദേഹം പുറത്തേക്കെടുക്കാനുള്ള ശ്രമമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രതികൾ ഇവിടെ ആസൂത്രിതമായി കൊലപാതകം നടത്തി മൃതദേഹം ഉപേക്ഷിക്കുകയായിരുന്നു, കുഴിച്ചിടുകയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. 2-3 ദിവസത്തെ പഴക്കം മൃതദേഹത്തിന് ഉള്ളതുകൊണ്ട് തന്നെ ജീർണിച്ച അവസ്ഥയിൽ തന്നെയാണ് മൃതദേഹം എന്ന് മനസ്സിലാക്കുന്നുണ്ട്. അതീവ ശ്രമകരമായിട്ടുള്ള ഒരു ദൗത്യം ഇപ്പോൾ ഉള്ളത്. ആ മൃതദേഹം പുറത്തേക്ക് എടുക്കുക. മാൻഹോളിൽ നിന്നും വയറൊക്കെ വീർത്ത അവസ്ഥയിലായതുകൊണ്ട് തന്നെ മൃതദേഹം പെട്ടെന്ന് എടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് കുറച്ചുകൂടി കോൺക്രീറ്റ് പാളികളൊക്കെ തന്നെ പൊളിച്ച് മാറ്റിയ ശേഷമായിരിക്കും മൃതദേഹം പുറത്തേക്ക് എടുക്കുക. അങ്ങനെ തികച്ചും ആസൂത്രിതമായിട്ടുള്ള ഒരു കൊലപാതകത്തിന്റെ ചുരുളഴിഞ്ഞതും വളരെ ആകസ്മികമായിട്ടായിരുന്നു, അപ്രതീക്ഷിതമായിട്ടായിരുന്നു ചുരുളഴിഞ്ഞത്. കാപ്പ കേസ് പ്രതി ഉൾപ്പെട്ട ഒരു കേസ് കൂടിയാണിത്. സാമ്പത്തിക തർക്കമാണ് ബിജുവിന്റെ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്ന ഒരു സ്ഥിരീകരണത്തിലേക്ക് പോലീസ് ഏകദേശം പോയിക്കഴിഞ്ഞു. വ്യക്തിപരാഗം തന്നെയാണെന്ന സ്ഥിരീകരണത്തിലേക്ക് പോയിരിക്കുന്നു. ഇനി കസ്റ്റഡിയിലുള്ള ആളുകളെ ചോദ്യം ചെയ്യണം. പ്രതികളിൽ ഒരാളെ സ്ഥലത്തെത്തിച്ചവരെയൊക്കെ എത്തിച്ചുകൊണ്ടുള്ള ചോദ്യം ചെയ്യലൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. ജെയിൻ ചേരുന്നുണ്ട് വിവരങ്ങൾ നൽകാൻ. ജെയിൻ, ഇനി എത്ര സമയം കൂടി വേണ്ടിവരുമെന്നാണ് തോന്നുന്നത്? നേരത്തെ ജനപ്രതിനിധി പറഞ്ഞുവല്ലോ അല്പസമയം കൂടി എടുത്തേക്കും. കാരണം കോൺക്രീറ്റ് പാളികൾ ദുഷ്കരമായി നിൽക്കുന്നു. കാരണം മൃതദേഹം അല്പം വീർത്ത അവസ്ഥയിലാണ്. എന്താണ് ഇപ്പോഴത്തെ അവിടുത്തെ ഒരു അവസ്ഥ? പ്രജീഷ, ഇപ്പോൾ കോൺക്രീറ്റ് പാടി മുറിച്ച് നീക്കിയിട്ടുണ്ട്. ഇനി മൃതദേഹം പുറത്തെടുക്കുകയാണ്. ആ പുറത്തെടുക്കുന്ന നടപടികളിലേക്ക് കിടന്നിരിക്കുന്നു. അതായത് ഇൻക്വസ്റ്റ് നടപടികളിലേക്ക് കടന്നു എന്ന് പറയേണ്ടി വരും. ജനപ്രതിനിധികളടക്കമുള്ള സാക്ഷികളെ മുറിയിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ ഈ പ്രദേശത്ത് വളരെ ശക്തമായിട്ടുള്ള മഴയും അതോടൊപ്പം തന്നെ കാറ്റുമാണ്. അപ്പം അതുമായി ബന്ധപ്പെട്ട പരിമിതികളും ബുദ്ധിമുട്ടുകൾ കൂടി ഇതുമായി ബന്ധപ്പെട്ടുണ്ട് എന്നുകൂടിയുണ്ട്. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കും എന്നാണ് കരുതുന്നത്. ഇപ്പോൾ മാത്രമാണ് ഈ മൃതദേഹം പുറത്തേക്ക് എടുക്കാനുള്ള ഒരു സൗകര്യം ഒരുക്കിയത്. അല്പസമയം മുമ്പാണ് ഈ കോൺക്രീറ്റ് പാളി, അത് കോൺക്രീറ്റ് കട്ടർ ഉപയോഗിച്ചുകൊണ്ട് മുറിച്ച് നീക്കിയത്. ആ ജോലികൾ പൂർത്തിയായിട്ടുണ്ട്. ഇനി മൃതദേഹം പുറത്തേക്ക് എടുക്കണം, എന്നിട്ട് ഇൻക്വസ്റ്റ് നടപടികളിലേക്ക് കടക്കണം. അതാണ് ഇനി നടക്കാൻ പോകുന്നത്. എന്തായാലും നമുക്ക് ദൃശ്യങ്ങൾ കാണുന്നുണ്ട്. എല്ലാവരും ഒക്കെ തയ്യാറെടുക്കുന്നു. പോലീസുണ്ട്, ഫയർഫോഴ്സുണ്ട്. അപ്പോൾ ഇനി മൃതദേഹം അധികം താമസിക്കാതെ തന്നെ പുറത്തേക്ക് എടുക്കും. ഒരുപക്ഷെ ചുരുളഴിയില്ല എന്ന പ്രതികൾ തന്നെ കരുതിയ ഒരു കേസിലാണ് ചുരുളഴിയുകയും മൃതദേഹം കണ്ടെത്താനൊക്കെ കഴിഞ്ഞതും പോലീസിനെ സംബന്ധിച്ചോളം ഒരു വളരെ പ്രധാനപ്പെട്ട നിർണായക ഘട്ടം പിന്നിടുകയും ചെയ്തിരിക്കുന്നത്. ജെയിൻ, അല്ലേ? തീർച്ചയായിട്ടും. കാരണം ഈ പ്രദേശം എന്ന് പറയുന്നത്, ഈ പരിസരത്ത്, അതായത് ഈ ഗോഡൌൺ ഇരിക്കുന്ന സ്ഥലത്ത് നമ്മൾ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടോ എന്ന് രാവിലെ തിരക്കി. പക്ഷേ അവിടെയുള്ള ഈ പ്രദേശത്തുള്ള ആർക്കും ഇങ്ങനെ ഒരു സംഭവത്തെക്കുറിച്ച് പോലും അറിയില്ലായിരുന്നു. പോലീസ് വന്ന് ഇവിടെ പരിശോധന നടത്തിയിട്ട് പോയി എന്ന് ചിലർ അറിഞ്ഞിരുന്നു. അതഴിച്ച് ഈ കേൾക്കുന്നതെല്ലാം കെട്ടുകേൾവിയാണ് എന്ന തരത്തിലായിരുന്നു രാവിലത്തെയുള്ള ആളുകളുടെ പ്രതികരണം. അത്രയ്ക്ക് രഹസ്യമായിട്ടാണ് ഈ സംഭവം നടന്നത്. ഈ കെട്ടിടത്തിൽ ഒരു കാപ്പ കേസിലെ പ്രതി താമസിച്ചിരുന്നു. അതിൻ്റെ സ്റ്റൗവും മറ്റു സംവിധാനങ്ങളും ആ സൈഡിൽ ഇരിക്കുന്നുമുണ്ട്. അപ്പോൾ വളരെ ആസൂത്രിതമായി നടത്തിയതാണ്, വളരെ രഹസ്യമായി നടത്തിയ ഒരു കാര്യമാണ്. അവിചാരിതമായിട്ടാണ് ഇത് പുറത്തു വന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഈ പ്രദേശം ഒരു ഒറ്റപ്പെട്ട പ്രദേശം കൂടിയാണ്. പുറമേ നിന്ന് നോക്കുമ്പോൾ ഈ കെട്ടിടം ഒരു ചെറിയ കെട്ടിടമാണ്. പക്ഷേ ഇതിൻ്റെ പിന്നിൽ നിന്ന് നോക്കിയാൽ ഇതിൻ്റെ വലിപ്പം മനസ്സിലാകൂ. ഏതാണ്ട് 3 നില കെട്ടിടത്തോളം ഉയരമുണ്ട്. ഇതിൽ അവസാനത്തെ അല്ലെങ്കിൽ 2 നിലകൾ ഈ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ മണ്ണിൻ്റെ അടിയിലാണ് എന്നുള്ളതാണ്. കാരണം താഴ്ചയിലാണ്. ആ താഴ്ചയിലാണ് ഈ മൃതദേഹം കുഴിച്ചിട്ടിരിക്കുന്ന ഈ വേസ്റ്റ് ടാങ്കും മറ്റുമുള്ളത്. ആ വേസ്റ്റ് ടാങ്കിന് മാത്രം ഏതാണ്ട് 10 അടിയോളം താഴ്ചയുണ്ട്. എല്ലാ ദിവസവും വളരെ സജീവമായി കാറ്ററിംഗ് നടന്നിരുന്ന ഒരു സ്ഥലമാണ്. പക്ഷേ ഇപ്പോൾ ഇവിടെ കാറ്ററിംഗ് ഒരുക്കുന്നില്ല. പകരം മറ്റൊരിടത്താണ് കൂടുതൽ സൗകര്യങ്ങളോടുകൂടി ഇത്തരം കാറ്ററിംഗ് സർവീസ് ജോമോൻ നടത്തുന്നത്. ഇന്നും ഏറ്റവും പ്രധാനപ്പെട്ടത്, ഇന്ന് പോലും ജോമോന് കാറ്ററിംഗ് സർവീസ് ഉണ്ട് എന്നുള്ളതാണ്. ഇന്ന് ഒരു ചടങ്ങുമായി ബന്ധപ്പെട്ട് അവിടെ ഭക്ഷണം വിതരണം ചെയ്യുന്നത് ജോമോൻ അല്ലെങ്കിൽ ജോമോൻ്റെ ദേവമാത കാറ്ററിംഗ്സ് ആണ് എന്നുള്ളതാണ്. ആ സമയത്താണ് ജോമോൻ ഇവിടെ പിടിയിലായി, പോലീസിൻ്റെ പിടിയിലായി, ഒരു കൊലപാതക കേസിൽ പിടിയിലായി ഇവിടെ ഇപ്പോൾ പോലീസിൻ്റെ കസ്റ്റഡിയിലുള്ളത്. ജെയിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ അപ്രതീക്ഷിതമായിട്ട് തന്നെയാണ് ഇതിൻ്റെ ചുരുളഴിച്ചത്. കാപ്പ കേസ് പ്രതി
ആ പ്രതിയെ കസ്റ്റഡിയിൽ എടുത്ത് അദ്ദേഹം ഒളിവിൽ പോയ സ്ഥലം ഇതേ സ്ഥലമായിരുന്നു. അത് കേന്ദ്രീകരിച്ച് പോലീസ് പിന്നീട് നടത്തിയ അന്വേഷണം അങ്ങനെ പ്രധാനപ്പെട്ട ഒരു വഴിത്തിരിവായിരുന്നു. ഈ പേരിൻ്റെ സാമ്യമൊക്കെ കേസിനെ സംബന്ധിച്ചോളം പോലീസിന് നിഗമനങ്ങളിലേക്ക് എത്താനും പരിശോധനകളിലേക്ക് എത്താനും ഒക്കെ കൂടുതൽ സഹായകമായിരുന്നു അല്ലേ ജീൻ? അങ്ങനെ ഒരു എല്ലാവരും നമ്മളൊക്കെ ചിന്തിക്കുന്നതിനും അപ്പുറത്തേക്കൊരു ആസൂത്രണം പ്രതികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. തീർച്ചയായിട്ടും ഈ കേസിൽ ഒരുപക്ഷെ ജോമോൻ സംശയിപ്പിക്കുക, ഇപ്പം ബിജുവിനെ കാണാതായാൽ തീർച്ചയായിട്ടും ജോമോൻ സംശയിക്കപ്പെടാൻ സാധ്യതയുണ്ട്. കാരണം ഇവർ തമ്മിൽ സാമ്പത്തിക ഈ ഒരു മിസ്സിംഗ് കേസിൽ സ്വാഭാവികമായും സംശയിക്കപ്പെടുന്നത് സ്വാഭാവികമാണ്. ബിജുവിൻ്റെ ഭാര്യ പരാതി നൽകിയപ്പോഴും സംശയിക്കപ്പെടുന്ന ആളുകളുടെ കാര്യത്തിൽ കൂട്ടത്തിൽ ബിജുവും ഉണ്ടായിരുന്നു. പക്ഷേ ഈ മൃതദേഹം കണ്ടെത്തുക, ഇതിൻ്റെ ആസൂത്രണം ഉൾപ്പെടെ വളരെ പെട്ടെന്ന് ഈ പ്രതികളിലേക്ക് എത്താൻ കഴിഞ്ഞത് ഒരുപക്ഷെ ആ കാപ്പ കേസിലെ പ്രതിയെ തേടി പോലീസ് എത്തിയത് കൊണ്ട് മാത്രമാണ് എന്ന് പറയേണ്ടി വരും.